Indra ma'am, Steffi ma'am, shall we start? Okay. Hello, good evening everyone. പുതിയവർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്തോളൂ. പുതിയ വർഷത്തിന്റെ പുതിയൊരു ഏടിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും നിറഞ്ഞ സ്നേഹത്തോടെ നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പുതുവർഷം നിങ്ങളുടെ ആരോഗ്യവും സന്തോഷവും പുതിയൊരു അവസരങ്ങൾ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരു ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. എൻ്റെ പേര് ഇന്ദിര, ഞാനൊരു റെമഡിയൽ ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്, എല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുന്നത് വിൻബിൾ അക്കാദമിയുടെ കീഴിൽ നടത്തി വരുന്ന ഫ്രീ വെബിനാറിലാണ്. വെബിനാറിൽ പലതരത്തിലുള്ള വിഷയങ്ങളാണ് വെബിനാറിൽ ഉണ്ടാകാറുള്ളത്. സൈക്കോളജി, സൈക്കോതെറാപ്പി, സെൽഫ് ഇംപ്രൂവ്മെന്റ്, നമ്മുടെ പേഴ്സണാലിറ്റി ഗ്രോത്തിൽ, അത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം വെബിനാറുകൾ കണ്ടക്ട് ചെയ്യാറ്. ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ട്, മനോഹരമായിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ സുപരിചിതയായിട്ടുള്ള നമ്മുടെ സ്വന്തം സ്റ്റെഫി അനഘ മാമിന് ആണ് നമ്മുടെ ഈ ഒരു സെഷന് ലീഡ് ചെയ്യുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ കോഡ് 2026, ഡീകോഡ് ദ മൈൻഡ് ആൻഡ് ഡിസൈൻ യുവർ ലൈഫ്. മാമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മാം ഒരു സർട്ടിഫൈഡ് മെഡിറ്റേഷൻ ട്രെയിനർ ആണ്, EFT പ്രാക്ടീഷണർ ആണ്, പ്രൊഫഷണൽ ഹീലർ ആണ്, ആൻഡ് ഓൾസോ ഒരു ബ്രെത്ത് വർക്ക് എക്സ്പേർട്ട് കൂടിയാണ്. മാം നമ്മുടെ വിൻബിൾ അക്കാദമിയുടെ കീഴിൽ 2 കോഴ്സുകൾ കൂടി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ് ചക്ര ബേസ്ഡ് മെഡിറ്റേഷൻ വർക്ക്ഷോപ്പ് ആണ്, ഹീൽ ദ ഹീലർ എന്നാണ് അതിന്റെ പേര്. സെക്കൻഡ് വണ് ബ്രെത്ത് ആൻഡ് റിജുവിനേഷൻ. ബ്രെത്ത് വർക്ക് മാസ്റ്ററിയുടെ ബേസിക്സ് ആണ് സെക്കൻഡ് കോഴ്സിൽ പഠിപ്പിക്കുന്നത്. ഈ ജനുവരി 19 മാം പുതിയൊരു സംരംഭത്തിനും കൂടി തുടക്കം കുറിക്കുകയാണ്. അതായത് ഡിപ്ലോമ ഇൻ ഇന്റഗ്രേറ്റഡ് മെഡിറ്റേഷൻ. നമ്മളെല്ലാവരും പ്രൊഫഷണലിൽ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കരിയറിലും നമ്മളുടെ ലൈഫിലും എല്ലാം ഈ പ്രൊഫഷനും കൂടി കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷന്റെ ഒരു ആവശ്യം കൂടി ഉണ്ടല്ലേ. ഇന്ന് ആ ഒരു മെഡിറ്റേഷന് കൂടുതലായിട്ട് വരിക തന്നെയാണ്. ഒരു 2030 ആകുമ്പോഴേക്കും നല്ലൊരു മെഡിറ്റേഷന്റെ പോപ്പുലാരിറ്റി അത്രയും അധികം എത്തപ്പെടും. മാമിന്റെ ഈ ഒരു ഡിപ്ലോമ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിൻസിയർ ആയിട്ടുള്ള, ഒരു പാഷനേറ്റ് ആയിട്ടുള്ള, ഒരു കോൺഫിഡൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ട്രെയിനേഴ്സിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ, നമ്മളുടെ മൈൻഡ് നമ്മുടെ ഭാവിയുടെ ഒരു ബ്ലൂ പ്രിന്റ് ആണല്ലേ. മാനിഫെസ്റ്റേഷൻ കോഡ് 2026 നമ്മളുടെ ഇമോഷൻസിനെയും തോട്ട്സിനെയും റിയാലിറ്റിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ക്ലാരിറ്റിയുടെ, കോൺഫിഡൻസോട് കൂടിയ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫും കരിയറും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ മനോഹരമായ സെഷന് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റെഫി മാമിനെ നിറഞ്ഞ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളേവരെയും ഈ ഒരു സമയം എന്ന് പറയുന്നത് വിലപ്പെട്ട ഒരു സമയമാണ്. അത് മാറ്റിവെച്ച്, മറ്റെല്ലാ തിരക്കിൽ നിന്നും മാറ്റിവെച്ച് നിങ്ങളെല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന നിങ്ങളെല്ലാവർക്കും ഞാൻ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. Thank you, Indira ma'am, for your vibrant intro. Thank you so much. And firstly, Happy New Year all. And how are you? New Year celebration ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ഹാപ്പി ന്യൂ ഇയർ മാം. ഹാപ്പി ന്യൂ ഇയർ മാം. എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ? നന്നായിരുന്നു. യെസ്. അപ്പോൾ സത്യം പറഞ്ഞാ ഇപ്പോ ജോയിൻ ആയിട്ടുള്ള ഈ നിങ്ങൾ കുറച്ച് പേരാണെന്നുണ്ടെങ്കിലും മാം ഓഡിയോ ക്ലിയർ അല്ല.
അല്ലേ? വല്ലാണ്ട് കട്ടാവുന്നുണ്ട്. ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ് മാം. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് സംസാരിക്കാം അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ കുറച്ച് പേരാണെങ്കിലും ഈ ഒരു സമയത്ത് ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഐ ഫീൽ യു ഓൾ ഓഫ് ചൂസൺ വൺ. ബിക്കോസ് ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു സമയം നമുക്ക് എങ്ങനെയും യൂട്ടിലൈസ് ചെയ്യാം. സോ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുമ്പോൾ from my bottom of heart and hope the universe fill your life all the happiness, love, joy. Okay? അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ കോഡ് 2026 ഡീകോഡ് മൈൻഡ് ഡിസൈൻ യുവർ ലൈഫ്. ഇപ്പോ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണല്ലേ മാനിഫെസ്റ്റേഷൻ, വിഷൻ ബോർഡ്, ലോ ഓഫ് അട്രാക്ഷൻ, വിഷ്വലൈസേഷൻ അല്ലെ? നമ്മൾ റീൽസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ തന്നെ വിഷൻ ബോർഡ് എന്താണിത്? ഹലോ, ഓഡിയോ ഓൺ ആയിട്ടുള്ളവരൊന്ന് ഓഫ് ചെയ്യുക കേട്ടോ. മാമിന്റെ അല്ലാതെ ബാക്കി ഓൺ ആയിട്ടുള്ളവരെല്ലാരും ഓഫ് ചെയ്യാം. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇപ്പൊ കുറച്ച് സമയമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണിത്. റീൽസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഈ വിഷൻ ബോർഡ് കമ്പയർ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ എനിക്കിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതിനെപ്പറ്റി കുറേ ഡൗട്ടുകൾ മെസ്സേജസ് ആയിട്ട് വരുന്നുണ്ട്. മാം, ഇറ്റ്സ് റിയലി വർക്കിംഗ്, ഇത് വർക്കിംഗ് ആണോ, സ്കാം ആണോ, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ആണ്. ഓക്കെ, പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ട് അവരുടെ വിഷൻ ബോർഡ് മാനിഫെസ്റ്റേഷൻ ചേഞ്ച് ദർ എൻറ്റയർ ലൈഫ്. അപ്പോൾ ഫസ്റ്റ്ലി ഐ വോണ്ട് ടു ഷെയർ മൈ മാനിഫെസ്റ്റേഷൻ സ്റ്റോറി. ഓക്കെ അല്ലേ? പറഞ്ഞോട്ടെ. യെസ് മാം. ഓക്കെ. യെസ്. അപ്പോ അക്കോർഡിംഗ് ടു മീ, ഓഫ് കോഴ്സ്, my vision board and my manifestation changed my entire life. Not only change, help to pick myself from the extreme darkness to the hope. നമ്മൾ പറയില്ലേ, ആ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഡാർക്ക്നെസ്സിൽ നിന്നും പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും ഇന്ന് നിങ്ങളോട് ചിരിച്ച് വളരെയധികം സന്തോഷത്തോട് സംസാരിക്കാനായിട്ട് പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ മാനിഫെസ്റ്റേഷനും വിഷൻ ബോർഡും തന്നെയാണ്. ബട്ട് ബിഹൈൻഡ് ദാറ്റ് ചില കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വിൽ ഷെയർ ദിസ് എൻറ്റയർ സീക്രറ്റ് ടു യു. അപ്പോൾ ആക്ച്വലി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ ചില കാര്യങ്ങൾ വരാറുണ്ട് അല്ലെ? പോസിറ്റീവ് തിങ്കിങ്, ലോ ഓഫ് അട്രാക്ഷൻ, വീണ്ടും വീണ്ടും ചിന്തിക്കുക, വിഷ്വലൈസേഷൻ ചെയ്യുക, വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക, ഗോൾ ലിസ്റ്റ് ചെയ്യുക അല്ലെ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. ഓഫ് കോഴ്സ് ഇതൊക്കെ തന്നെ നമുക്ക് വേണം. അലോങ് വിത്ത് ദാറ്റ്, എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ എൻ്റെ ലൈഫിൽ വർക്കൗട്ട് ആയെന്നുള്ളത് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ് ഞാൻ ഒരു ഇൻഫീരിയറിറ്റി ഫീൽ ചെയ്തുകൊണ്ടിരുന്നൊരു കുട്ടിയായിരുന്നു. ബിക്കോസ് പഠിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ തന്നെ ഐ എം ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ വെരി ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി. നൗ വളരെയധികം കോൺഫിഡൻസോടെ സന്തോഷത്തോടു കൂടി ഞാനത് പറയാണ്. ബട്ട് അറ്റ് ദാറ്റ് ടൈം ആ കുഞ്ഞു മനസ്സിൽ ഒരുപാട് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ പോകുന്ന സമയത്ത് കൂടെ ഇരിക്കുന്ന കുട്ടികൾ പുതിയ പെൻസിലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ഗൾഫ് പെൻസിലൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലെ? അത് കാണാനും ക്രയോൺസ് ഒക്കെ കാണുന്ന സമയത്ത് സ്റ്റിൽ ഐ റിമെമ്പർ ദാറ്റ്. ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അത് മേടിക്കാനുള്ളൊരു അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനുള്ളൊരു അവസ്ഥയിലായിരുന്നില്ല ഞാൻ ഉണ്ടായിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ഊഹിക്കാം, നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ ഇല്ല എന്ന് പറയുമെങ്കിൽ കൂടിയും ഞാൻ
ആ ഒരു പ്രായത്തിലും ഈ ഒരു ഇഗ്നോറൻസ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ലേറ്റർ മുന്നോട്ട് പോകുന്ന ഓരോ സമയങ്ങളിലും ഈ ഒരു ഇഗ്നോറൻസ് നോട്ട് ഓൺലി വിത്ത് അതേഴ്സ്, ഫ്രം മൈ ഫാമിലി ഇറ്റ് സെൽഫ്, ഫ്രം മൈ റിലേറ്റീവ്സ് ഇറ്റ് സെൽഫ്, ഈ ഒരു നമ്മൾ പറയില്ലേ ഷോർട്ടേജ് ഓഫ് മണി എന്ന് തന്നെ പറയാം അതിനെ. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, വീണ്ടും വീണ്ടും ആ കുഞ്ഞു പ്രായത്തിലാണെന്നുണ്ടെങ്കിലും ഓർമ്മ വെച്ച ആ ഒരു സമയത്ത് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന പരാതികളാണ്, വൈ മീ, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കൊന്നും ഇല്ലാത്തത്, അല്ലെങ്കിൽ അവർക്കൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ സ്കൂളിലൊക്കെ വെഹിക്കിൾസിലൊക്കെ വരുന്ന സമയത്ത്, ഞാൻ ബസ്സിൽ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എല്ലാവരും സ്കൂൾ ബസ്സിൽ വരുന്നു, പാരൻസ് കൊണ്ടുവിടുന്നു. ആ സമയത്തൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുമായിരുന്നു, അവരുടെ ലൈഫ് എന്താണ്, ഞാൻ എന്ത് ഇങ്ങനെ ആയിപ്പോയ, വാട്ട് ഈസ് ദ മിസ്റ്റേക്ക് ഐ മെയ്ഡ്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഒരു സാധാരണ ഫാമിലിയിൽ ജനിച്ചതാണോ, അല്ലെങ്കിൽ ബോൺ വിത്തൗട്ട് എ ബംഗ്ലോ ഓർ കാർ, എന്താണോ ഞാൻ ചെയ്ത തെറ്റ് എന്നുള്ളത് നമുക്ക് ആ സമയത്ത് നമുക്കിങ്ങനെ തോന്നുമല്ലേ. ലേറ്റർ ഒരു 15 years ആയപ്പോൾ ഐ ലോസ് മൈ പപ്പ. ആ സമയത്തും ഫീൽ ചെയ്തത് ഇത് തന്നെയാണ്, വൈ സഡൻലി വൈ യു പിക്ക് മൈ ഗാർഡിയൻഷിപ്പ്, അല്ലെ, ആ ഒരു പ്രൊട്ടക്ഷൻ എന്തിന് എന്നിൽ നിന്ന് എടുത്തു മാറ്റി, വൈ യു അബൻഡൺ us. ആ സമയത്തൊക്കെ ഈ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഐ ഫീൽ സ്കാരി. സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ പേടിപ്പെടുത്തുന്ന ഒന്നായിട്ട് തോന്നിയ ഒരു സമയം. ബിക്കോസ് അമ്മ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ശരിയാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം പപ്പ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ ഒരു മൊമെന്റ്. ദെൻ അത് കഴിഞ്ഞപ്പോൾ പല പ്രശ്നങ്ങളും സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് വിത്തൗട്ട് ദാറ്റ് ഗാർഡിയൻഷിപ്പ് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസിന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു വഴിയായിരുന്നു എൻ്റെ മാരേജ്. ഞാൻ മാരേജ് ചെയ്തു. ഈസ് വെരി ലവബിൾ പേഴ്സൺ ആൻഡ് വെരി ഹോണസ്റ്റ്, വെരി സിൻസിയർ ടു മീ. ബട്ട് ദ പ്രോബ്ലം ഈസ് ആളും ഏജ് കുറവാണ്, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിൽ അങ്ങ് ഇങ്ങത്തോളം ഇങ്ങനെ വെൻ ഐ റീകോൾ ഐ ഹാവ് നോ ഹാപ്പി മെമ്മറീസ് എന്ന് ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ കൂടെ കൂട്ടാൻ നല്ല ഓർമ്മകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ സ്കൂളിൽ നിന്നൊക്കെ വെക്കേഷനൊക്കെ ഈ ഓർമ്മകൾ എഴുതാൻ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ അതും വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ദിസ് ഈസ് ദ മെയിൻ. ആ ഒരു 2020 വരെയുള്ള കണ്ടീഷൻ ഇതാണ്. ഓക്കെ, ആ സമയത്ത് എൻ്റെ വയസ്സ് 20. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എന്താണ് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഒന്നുകിൽ ഞാൻ എല്ലാവരെയും ഈസി ആയിട്ട് വിശ്വസിക്കുന്നത് കൊണ്ടാകാം, ബ്ലൈൻഡ് ആയിട്ട് അവരെ എന്താണ് ലവ് ചെയ്യുന്നത് കൊണ്ടാവാം. എവറി ടൈം ഐ ഹേർട്ട് പീപ്പിൾ ഈസിലി ചീറ്റ് മീ ആൻഡ് അറ്റ് ലാസ്റ്റ് എവറിത്തിങ് ഐ ഫീൽ കംപ്ലീറ്റ് മീനിങ്ലെസ്. നമ്മൾ പറയില്ലേ, ജീവിതം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മീനിങ്ലെസ് ആണെന്ന് തോന്നിയ ഒരു സമയം. ബിഗ് സീറോ, no health, no wealth, no friends, no connection. Even I can't love anyone, even my husband also. അങ്ങനെ ഒരു കണ്ടീഷനിൽ കുറച്ച് സമയം മൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ഞാൻ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞത്. ബട്ട് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിന്ന് പതുക്കെ നമ്മൾ പറയില്ലേ, എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് പല ആളുകളും നമ്മളെ അടുത്ത് ഇങ്ങനെ ഈ മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തരും. അതുപോലെ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു ആഗ്രഹം വരും, ചെയ്ത് നോക്കിയാലോ, എങ്ങാനും വർക്കൗട്ട് ആയാലോ, അല്ലെ, കിട്ടിയാലോ. അപ്പൊ പല വീഡിയോസ് കാണും, 30 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ മാനിഫെസ്റ്റ് എനിത്തിങ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നും, അല്ലെ. ആൻഡ് ഐ ട്രൈ മെനി. എല്ലാം ഫ്ലോപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാം ഫ്ലോപ്പായി. കുറേ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി, എന്ത്, ഇതൊന്നും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല, ഇതൊക്കെ വെറുതെ പറയുന്ന ആൾക്കാർ വീഡിയോസിന് വ്യൂസ് കിട്ടാനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് വിചാരിച്ചു. ബട്ട് ആ ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ
Universe give me a last chance. I met my mentor. She's a North Indian, and I join a boot camp. 3 days in ഒരു ബൂട്ട് ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തു. അവിടുന്ന് കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി. എന്തൊക്കെ ഞാൻ സഫർ ചെയ്തിട്ടുണ്ടോ, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. വെറുതെയല്ല എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു സമയം. ആൻഡ് ഐ ടേക്ക് എ 1-to-1 സെഷൻ ഫ്രം ഹെർ. ആ ഒരു സമയത്ത് ആ ഒരു സെഷൻ എടുക്കുന്നത്, നമ്മൾ പറയില്ലേ കയ്യിലുള്ളതൊക്കെ പെറുക്കി എടുത്തുകൊണ്ടാണ് ഞാൻ ആ ഒരു സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അത്രയും നമ്മുടെ കയ്യിൽ ഒരു സേവിങ്സ് പോലും ഇല്ലാതിരുന്നൊരു ടൈമാണ്. ബട്ട് ഐ ടേക്ക് ഇനീഷ്യേറ്റീവ് ടു ഡ. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കടന്നത്. ആൻഡ് ഐ ലേൺ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഫ്രം ഹെർ. എങ്ങനെ എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ഒന്ന് ശാന്തമാക്കി വെക്കണം എന്നുള്ളതായിരുന്നു ആദ്യം പഠിപ്പിച്ചു തന്ന കാര്യം. The first step. After I learned meditation, chakra-based meditation, then I understand my emotions, subconscious beliefs, subconscious wounds and all. അവിടുന്ന് ഹീലിംഗ് ചെയ്യാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തു. Then I do many things there. After I understand, okay, fine, this is the secret I searching for a long. ഇത്രയും സമയം ഞാൻ തെരഞ്ഞുകൊണ്ടിരുന്നത് ഇതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ആഫ്റ്റർ പിന്നെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇത് എങ്ങനെ പഠിച്ചെടുക്കാം. ദെൻ യൂണിവേഴ്സ് ഗിവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ ഇറ്റ്. ആൻഡ് ആ സമയത്ത് ഒരു മെഡിറ്റേഷൻ ട്രെയിനേഴ്സ് കോഴ്സ് വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ്ലി ഐ സ്റ്റഡി മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ആൻഡ് ത്രട്ടക് മെഡിറ്റേഷൻ. ആഫ്റ്റർ ലേൺ അഡ്വാൻസ്ഡ് ചക്ര സൈക്കോളജി. ദെൻ അപ്ഡേറ്റ് നൗ ബ്രെത്ത് വർക്ക് എക്സ്പെർട്ട് 2. ഇങ്ങനെയാണ് ഞാൻ ആ ഒരു കരിയർ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. ഫസ്റ്റ് തിങ് ഐ ഡു ഇസ് മേക്ക് മൈ ബോഡി ആൻഡ് മൈ മൈൻഡ് സേഫ്. ഓക്കെ, ദെൻ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ബ്ലോക്സ് ദാറ്റ് ഹൈഡ് ബിഹൈൻഡ് മീ. ഫൈൻഡ് ഔട്ട് ചെയ്തു, വർക്ക്ഔട്ട് ചെയ്തു. ദെൻ ഐ മൂവ് ടു നെക്സ്റ്റ്. എന്താണ് ബാക്കിയുള്ള വർക്കൗട്ട് എന്നുള്ളത്. ആഫ്റ്റർ ഐ ട്രൈ ദാറ്റ് മാനിഫെസ്റ്റേഷൻ, ദാറ്റ് ഇസ് മിറാക്കിൾ. ഇത്രയും സമയം ചെയ്തിട്ട് നടക്കാത്ത കാര്യങ്ങൾ വെൻ ഐ അലൈൻഡ് നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, സോ ഡു യു വോണ്ട് ടു നോ ദാറ്റ്, റൈറ്റ്? നിങ്ങൾക്ക് ആ ഒരു എന്താണ് അവിടെ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തരാം. റെഡിയാണോ? ബുക്കില്ലേ കയ്യിൽ? യെസ് മാം. ബോറടിച്ചോ? ഹലോ? യെസ് മാം. യെസ്. അപ്പോ തുടങ്ങിക്കൂടെ നമുക്ക്? എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ആകുന്നത് എന്നുള്ളത്. റെഡിയല്ലേ? യെസ്. അപ്പോ ഹൗ മാനിഫെസ്റ്റേഷൻ വർക്ക്സ്, വൈ മെനി പീപ്പിൾസ് ഫെയിൽ ഇൻ മാനിഫെസ്റ്റേഷൻ. നമ്മൾ പലപ്പോഴും ഈ ഒരു ടേം പറയുമ്പോൾ തന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ. അക്കോർഡിംഗ് ടു ലോ ഓഫ് അട്രാക്ഷൻ, what it actually mean? You attract into your life what you consistently think, feel, believe and embody. എന്താ പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് എന്താണെന്നാണ്? കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നതും ഫീൽ ചെയ്യുന്നതും വിശ്വസിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുന്നു. സോ നമ്മൾ പറയാറുണ്ട് മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ചിട്ടാണ്. ഓഫ് കോഴ്സ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാം, എവ്രിതിങ് ഈസ് എനർജി. അവർ തോട്ട്സ്, ഫീലിങ്സ്, വേർഡ്സ്, ആക്ഷൻസ്, എവ്രിതിങ്. സോ വി can say thoughts is equal to electric signals എന്ന് പറയാം. And emotion is equal to magnetic force. So when this thought and emotions combine, they create a vibration. Okay? So നമ്മുടെ vibration എന്ന് പറയുന്നത് എന്താണ്? It's all about our thoughts and emotions. Okay? Some people say to me, ma'am, ഞാൻ ഒരുപാട് മെത്തേഡ് ട്രൈ ചെയ്തു. I try to meditate, but I can't to sit. At least ഒരു 5 minutes പോലും എനിക്ക്
തോട്ട്സ് ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ടു ഡു ലിസ്റ്റ് വെച്ച് ചെയ്തു നോക്കി, എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല കൺസിസ്റ്റന്റ് ആയിട്ട്. വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു, ഒന്നും നടന്നില്ല അല്ലെ. മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ അത്രയും സമയമില്ലാത്ത പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. അങ്ങനെയാണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല മാം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. ഓക്കെ, നമ്മളിൽ പലർക്കും ആ ഫീലിങ്സ് ഉണ്ടാകാം. ബട്ട് ഡോണ്ട് വറി. ഓക്കെ, ദ മെയിൻ തിങ് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഫെയിൽ ആകുന്നത് എന്ന് വിചാരിച്ചാൽ they force themselves to stay positive. എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് അവർ ഫെയിൽ ആകുന്നത്? ദ മെയിൻ തിങ് എന്താണെന്നാണ് പറയുന്നത്? ഒന്ന് പറഞ്ഞേ. എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ ഫെയിൽ ആകുന്നത്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് we force ourselves to stay positive. ഓക്കെ, ഓർ മെഡിറ്റേഷനിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഫോഴ്സ്ഫുള്ളി കണ്ണടച്ചിരുന്ന് ചിന്തകൾ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ് ടു മീ വാട്ട് ഇസ് മെഡിറ്റേഷൻ ഈസ്, ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്നെ ദ ടൈം ഐ ടോക്ക് വിത്ത് മൈസെൽഫ്, ഐ മീറ്റ് മൈസെൽഫ്, ഐ കൺഫസ് മൈ ലവ് മൈസെൽഫ് എന്ന് ഞാൻ പറയാറുണ്ട്. ബിക്കോസ് തോട്ട്സിനെ കൺട്രോൾ ചെയ്യല്ല, നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അവയർനെസ്സോട് കൂടി അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ആക്ച്വൽ മെഡിറ്റേഷൻ. അല്ലാതെ കണ്ണടച്ചിരുന്ന് ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും ഒരു ഇനീഷ്യൽ ഗൈഡൻ മെഡിറ്റേഷൻ തരുന്നത് നിങ്ങളെ ആ ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരാനാണ്. ബട്ട് ദ ആക്ച്വൽ എസെൻസ് ഇസ് ദാറ്റ് പ്യുവർ കമ്മ്യൂണിക്കേഷൻ, പ്യുവർ അവയർനെസ്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ മോട്ടിവേഷൻസ് ഓർ അഡ്വൈസസ് നമുക്ക് അത് കേൾക്കുന്ന സമയത്ത് വി ഗെറ്റ് എ എനർജി, ഒരു റിലാക്സേഷൻ. ബട്ട് ദ പ്രോബ്ലം ഈസ് മോസ്റ്റ് ഓഫ് ദ അഡ്വൈസസ് ഇസ് ഗിവ് ദാറ്റ് റിലാക്സേഷൻ ഓൺലി ഓൺ സർഫസ് ലെവൽ. എന്താ പറയുന്നത്? ആ ഒരു മോട്ടിവേഷൻ എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സർഫസ് ലെവൽ. ബട്ട് for workouting manifestation, what is the solution? Go little deeper to the core, to the root, to your subconscious belief, to your emotional baggage, to your nervous system patterns, to your chakra imbalance. ആ ഒരു റൂട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെന്ന് അവിടെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ദ ഓൺലി വൺ സൊല്യൂഷൻ. അപ്പോൾ പലപ്പോഴും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. നമ്മളൊരു റീല് കാണുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആകുന്നു, നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ന്യൂ ഇയർ 1 കുറച്ച് മോട്ടിവേഷൻസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുന്നു, കുറച്ച് ദിവസം പോകുന്നു, അതവിടെ സ്റ്റോപ്പ് ആവുന്നു. ടു ഡു ലിസ്റ്റ് ചെയ്യുന്നു, കുറച്ച് ദിവസം ചെയ്യുന്നു, അതവിടെ സ്റ്റോപ്പ് ആവുന്നു. മെഡിറ്റേഷൻ ചെയ്യാൻ ഒരുങ്ങുന്നു, കുറച്ച് ദിവസം ചെയ്യുന്നു, അതവിടെ സ്റ്റോപ്പ് ആവുന്നു. ബിക്കോസ് these all only focus on that surface level healing. ബട്ട് എന്താണ് അതിനുള്ള സൊല്യൂഷൻ എന്നാ പറയുന്നത്? ഗോ ലിറ്റിൽ ഡീപ്പർ ടു ദ കോർ, ടു ദ റൂട്ട്, ടു യുവർ സബ്കോൺഷ്യസ് ബിലീഫ്സ്. ഹീൽ ഇറ്റ്. അവിടെ നിന്ന് അത് ഹീൽ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് മൈ ഡിയർ, യു അട്രാക്ട് വാട്ട് യു ആർ. നിങ്ങൾ ഇപ്പോൾ എന്താണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ദ സർക്കംസ്റ്റാൻസസ്, ദ പീപ്പിൾസ്, ദ സിറ്റുവേഷൻസ് എല്ലാം നടക്കുന്നത് എന്നുള്ളതാണ്. സോ മനസ്സിലാക്കുക, ഇഫ് വി വോണ്ട് ലവ്, നമുക്ക് സ്നേഹം വേണം, ബട്ട് സ്റ്റിൽ വി ഫീൽ അൺവേർത്തി. അപ്പൊ എന്തായിരിക്കും നമുക്ക് കിട്ടുക? എന്തായിരിക്കും കിട്ടുക? ഇഗ്നോറൻസ്. ഐ വോണ്ട് മണി, ബട്ട് സ്റ്റിൽ ഐ ഫീൽ അൺസേഫ്. എന്തായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുക? Then we think about peace, but living in resistance. ഇതാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ
നിങ്ങൾ മാനിഫെസ്റ്റേഷനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ മാനിഫെസ്റ്റേഷൻ ഒന്നും ചെയ്യാറില്ല എന്ന് പറയും. ബട്ട് ദ തിങ് ഈസ് എവറി മിനിറ്റ്, എവറി മൂമെന്റ് നിങ്ങളും ഞാനും എന്ത് ചെയ്യുന്നു? മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നോയിങ്ലി ഓർ അൺനോയിങ്ലി, അറിഞ്ഞോ അറിയാതെയോ ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്യുന്നു? മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, നമ്മൾ കണ്ണടച്ച് മെഡിറ്റേഷൻ ചെയ്ത് അവയർനെസ്സോട് കൂടി ചെയ്താൽ മാത്രമല്ല മാനിഫെസ്റ്റേഷൻ, വിത്തൗട്ട് നോയിങ്ലിയും നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ബട്ട് സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നത് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ആണ് എന്ന് മാത്രം. ഓക്കെ, സോ ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആകുന്നതിന് മുന്നേ അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് എന്തോ അത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. ബട്ട് ഈ ഒരു ലോ വർക്കൗട്ട് ആകണമെങ്കിൽ ബിഫോർ ദാറ്റ് യു മസ്റ്റ് വർക്ക് ഓൺ മറ്റൊരു ലോ ഉണ്ട്, ദാറ്റ് ഈസ് ലോ ഓഫ് റെസൊണൻസ്. You resonate with experience, people, outcomes that may match your level of frequency. You resonate with experience, people, outcomes that match your level of frequency. എന്താ പറയുന്നത്? നിങ്ങൾ എങ്ങനെയുള്ള പീപ്പിൾസും സിറ്റുവേഷനുമായിട്ടാണ് റെസൊണേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഫ്രീക്വൻസിയുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള ആളുകൾ, സിറ്റുവേഷൻ, എന്താണ്, സർക്കംസ്റ്റാൻസസ്, ഔട്ട്കംസ്, ഇതൊക്കെ നമ്മുടെ ലെവൽ ഓഫ് ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടാണ് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും, ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്, ഓൾവേസ് ഐ അട്രാക്ട്, എന്നെ വേദനിപ്പിക്കുന്ന ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നെഗറ്റീവ് പീപ്പിൾസ് ഓൾവേസ് അട്രാക്റ്റഡ് ഫോർ മീ, അല്ലേ? ഐ അട്രാക്ട് മെനി ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്. അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും ലൂപ്പ് പെട്ടതുപോലെ തോന്നുന്നു, അല്ലേ? അങ്ങനെ പറയാറില്ല. ബിക്കോസ് കറന്റ്ലി നമ്മൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ആ ഒരു ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ അസോസിയേറ്റഡ് വിത്ത് ഗിൽറ്റ് ആൻഡ് ഷെയിം, ഒരു വ്യക്തി കുറ്റബോധത്തിൽ വളരെ ഷെയിംഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ ഇരിക്കുകയാണ്, ആ വ്യക്തി എന്തായിരിക്കും കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുക? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. When a person associated with guilt and shame, ആ വ്യക്തി എന്തായിരിക്കും കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുക? ഒന്ന് പറഞ്ഞേ. നെഗറ്റീവ് എനർജി മാം. യെസ്, he attract more humiliations, അല്ലേ? എന്താ പറയുന്നത്? when we feel that guilt, shame inside, വീണ്ടും ഹ്യൂമിലേഷൻസിനെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് എന്നാ പറയുന്നത്. ആൻഡ് I will give another example. If a person feel unworthy, okay, unworthy ആയിട്ട് ഫീൽ ചെയ്യാണ്, അൺലൗഡ് ആയിട്ട് ഫീൽ ചെയ്യാണ്, ആ സമയത്ത് ആ വ്യക്തി കൂടുതലായിട്ട് എന്തായിരിക്കും അട്രാക്ട് ചെയ്യുക? എന്തായിരിക്കും? മോർ ഇഗ്നോറൻസ്, അല്ലേ? മോർ ഇഗ്നോറൻസ്. നമ്മൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയാ, സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ കംപ്ലൈൻസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഐ ആം അൺവർത്തി ടു റിസീവ് ദാറ്റ് ലവ്, അല്ലേ? ഐ ആം അൺഏബിൾ ടു റിസീവ്, ഐ ആം അൺവർത്തി. ദെൻ വാട്ട് യു ആക്ച്വലി അട്രാക്ട്? ആ സമയത്ത് നിങ്ങൾ എന്തേ അട്രാക്ട് ചെയ്യാൻ പറ്റൂ? ദാറ്റ് ഇഗ്നോറൻസ്. ദറ്റ് ഇസ് ആക്ച്വലി മീൻ ബൈ റെസൊണൻസ്. അത് നല്ലതാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്. സോ അതായത് നമ്മൾ എന്ന് പറയുന്നത് വി ആർ എ മാഗ്നറ്റ്, അല്ലെ? സ്ട്രെസ്സിലും ഡൗട്ടിലും ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ എന്തേ അട്രാക്ട് ചെയ്യുള്ളൂ? അതിനെ എംഫസൈസ് ചെയ്യുന്ന രീതിയിലുള്ള പാറ്റേൺസും കാര്യങ്ങളും മാത്രമേ നമ്മൾ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഇഫ് യു വോണ്ട് ടു അട്രാക്ട് മോർ വെൽത്ത്, health, relation, career,
the only one solution. ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം എന്താണുള്ളത്? This all are high frequency outcomes. ഇവ എന്താ പറയുന്നത്? High frequency outcomes. So നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഹൈ ഫ്രീക്വൻസി ഔട്ട്കം നമ്മുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമായിട്ട് റെസൊണേറ്റ് ചെയ്യണം? അല്ലെങ്കിൽ നമുക്ക് അതുമായിട്ട് റെസൊണേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യേണ്ടി വരും? മൈക്ക് ഓപ്പൺ ആക്കും. നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. ആൻസർ പറയൂ. നമ്മൾ എന്ത് എനർജി ഹൈ ആക്കണം. എനർജി ഹൈ ആക്കണം അല്ലേ? സോ എങ്ങനെ നമുക്കത് റേസ് ചെയ്ത് കൊണ്ടുവരാം? എന്താണ് മാനിഫെസ്റ്റേഷൻ കോഡ് 2026? അവൽ സെൻഡ് ടു, ഞാൻ ചാറ്റിൽ ആ കോഡ് എഴുതി വിടാം. ഓക്കെ, and you want to repeat that with me? എന്താണ് കോഡ് ഒന്ന് പറഞ്ഞേ. Heal, align, attract. യെസ്. ഹാ എന്താണ്? നമുക്ക് അങ്ങനെ പ്രൊണൗൺസ് ചെയ്യാം അല്ലേ? ഹാ. അപ്പോ എന്താണ്? നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ വരാത്ത ഒരാൾ ചോദിക്കാണ് എന്താണ് മാനിഫെസ്റ്റേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു കൊടുക്കും? ഹാ അല്ലേ? യെസ്. അപ്പോ HAA, heal, align, attract. So the first thing is heal. Heal your subconscious wound. Decode your mind. Remove the mask and reveal the truth. എന്താണ്? Heal your subconscious wound. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ സബ്കോൺഷ്യസ് ബിലീഫ്സിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് ആ വൂണ്ടുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഹീൽ ചെയ്യും. Then decode mind. എങ്ങനെയാണ്? Remove the mask and reveal the truth. ചില ഇമോഷൻസ്, ചില ഫീലിങ്സ്, ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും ഹൈഡ് ചെയ്ത് സപ്രസ് ചെയ്ത് ഓക്കെ ഫൈൻ എന്നുള്ള രീതിയിൽ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അവിടെ ചെന്ന് അതിന് എന്ത് ചെയ്യാനാ പറയുന്നത്? തിരിച്ചറിഞ്ഞ് അവയർനെസ്സോട് കൂടി അതിനെ റിലീസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. സോ റിമൂവ് ദാറ്റ് മാസ്ക് ആൻഡ് റിവീൽ ദ ട്രൂത്ത്. ഓക്കെ, ഫോർ ദാറ്റ് we can use chakra scanning. ആ വാക്ക് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ എല്ലാവരും? കേൾക്കാത്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ചക്ര മെഡിറ്റേഷനെ പറ്റി ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെന്ന് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനത് റിപ്പീറ്റ് ചെയ്യണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു എനർജി ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ബിയോണ്ട് ദിസ് ബോഡി ആൻഡ് മൈൻഡ് നമ്മൾ ഒരു എനർജി ആണ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു എസൻസ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് മൂവ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ചക്രാസ് എന്ന് പറയുന്നത് these are the energy centers that regulate that energy flow. എനർജി ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യുന്ന എനർജി സെന്റേഴ്സ്, മലയാളത്തിൽ പറഞ്ഞ ഊർജം പ്രവഹിക്കുന്ന ഊർജ കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ഊർജത്തെ നിയന്ത്രിക്കുന്ന ജീവൻ അല്ലെങ്കിൽ പ്രാണനെ നിയന്ത്രിക്കുന്ന ഊർജ കേന്ദ്രങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്? ചക്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ 7 ചക്രാസ് ആണ് നമ്മൾ മെയിൻലി പറയുന്നത്. ഇവ 7ഉം മർമ്മങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. നമ്മുടെ ശരീരത്തിലെ 7 പ്രധാന മർമ്മങ്ങളുമായിട്ട് ഈ ചക്രാസ് വർക്ക് ചെയ്യുന്നു.
ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് വൺ, നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് ആ ചക്രയുടെ ലൊക്കേഷൻ പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് റൂട്ട് ചക്ര ഓർ മൂലധാര ചക്ര. ദെൻ നെക്സ്റ്റ്, നമുക്കറിയാലോ സ്പൈൻ എത്രമാത്രം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം വി നോ വെരി വെൽ. വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് സേഫ് ആൻഡ് ഗ്രൗണ്ടഡ് ആയിട്ടൊന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണമെങ്കിൽ അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ, ഫിസിക്കലി നോക്കുകയാണെങ്കിൽ. ദെൻ മൂവ് ടു നെക്സ്റ്റ്, നാഭി. നാഭിയാണ് അടുത്ത ഒരു മർമ്മമായിട്ട് പറയുന്നത്. ആൻഡ് അവിടെ നമുക്ക് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ചക്ര എന്ന് പറയുന്നത് സേക്രൽ ചക്ര ഓർ സ്വാധിഷ്ഠാന ചക്ര. ദെൻ തേർഡ് വൺ, മൂവ് ടു യുവർ ബെല്ലി ഓർ നമ്മൾ പറയുന്ന ഉദരം എന്ന് പറയും. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ചക്ര സോളാർ ഫ്ലെക്സ് ഓർ മണിപ്പൂര ചക്ര. ഓക്കെ, ദെൻ മൂവ് ടു യുവർ ഹാർട്ട്. ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം എന്ന് നമ്മൾ പറയും അല്ലെ. ഈ ഓരോ ഭാഗങ്ങളും നമുക്കറിയാം, ഈ മർമ്മങ്ങളിൽ അടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലെ, അവിടെ നല്ല രീതിയിൽ ഒരു ക്ഷതം സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? മർമ്മത്തിന് എന്തെങ്കിലും? യെസ്, ബിക്കോസ് ആ ഒരു പോർഷനിൽ എന്താണ്, നമ്മുടെ ലൈഫാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അടുത്തത് പറയുന്നത് ഹാർട്ട് ആണ്, ഹാർട്ട് ചക്ര. ദെൻ മൂവ് ടു യുവർ ത്രോട്ട്. നെക്സ്റ്റ് മർമ്മ എന്ന് പറയുന്നത് ഇറ്റ്സ് അസോസിയേറ്റഡ് ഇൻ യുവർ ത്രോട്ട് ചക്ര. Then move to your forehead, middle of your eyebrows. That is your Ajna chakra or third eye chakra. Then the top of the head, Sahasrara chakra or crown chakra. Okay? ഇപ്പൊ ഇത്രയും മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൂടുതലായിട്ട് ചക്രാസിനെ പറ്റി ഡെപ്തിൽ പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മളൊരു എനർജി ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു എനർജി ഫ്ലോ നടക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പോ ഈ പറഞ്ഞ ചക്രാസിൽ അല്ലെങ്കിൽ എനർജിയിൽ ഒരു ഡിസൊലൊക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇറ്റ് വിൽ എഫക്റ്റ് അവർ എൻറ്റയർ ഏരിയ ഓഫ് ലൈഫ്, in our physical health, in our emotional health, spiritual health, material life, everything. So healing എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഫൈൻഡ് ഔട്ട് ദ ബ്ലോക്സ് ഇൻ യുവർ എനർജി സെന്റർ. നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇഫ് നിങ്ങൾക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ എന്ത് ചെയ്യണം? ഹീല് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം. ഫോർ ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ വെരി ഷോർട്ട്ലി. മനസ്സിലാക്കുക, നിങ്ങൾ ഗോ ത്രൂ ചെയ്ത് നോക്കുക, നിങ്ങളെ തന്നെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം മാനിഫെസ്റ്റേഷൻ കോഡിലെ ഫസ്റ്റ് കാര്യമാണ് ഹീൽ എന്ന് പറയുന്നത്. ഹീൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സബ് കോൺഷ്യസ് ബിലീവ്, മെയിൻലി ഇറ്റ് അസോസിയേറ്റഡ് വിത്ത് യുവർ ചക്ര സെന്റേഴ്സ്. ഓക്കെ, the first chakra is root chakra. root chakra നിങ്ങൾക്ക് തരുന്ന ഒരു മാനിഫെസ്റ്റേഷൻ കോഡ് ഉണ്ട്, that is survival code. root chakra is survival code. ഒരാളില് റൂട്ട് ചക്ര ബാലൻസ് ആണെങ്കിൽ എന്താണ് അയാൾക്ക് ഫീൽ ചെയ്യുക എന്ന് ചോദിച്ചാൽ, he feel very safe, very grounded. He feel very safeness in all his material life and all. ആരോഗ്യപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ബന്ധങ്ങളിലും കരിയറിലും എല്ലാം he feel very safeness. ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷനിൽ വളരെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവിടെ ഇംബാലൻസ് ഉള്ള ഒരാൾ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ഫിയർ, ആൻസൈറ്റി.
എസ്പെഷ്യലി ഫിയർ അബൌട്ട് മണി, മെറ്റീരിയൽ വെൽത്ത്, ഫിയർ ഓഫ് സ്പീക്കിംഗ്, ഫിയർ ഓഫ് എക്സ്പ്രഷൻ, ഇങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങളാണ് അവരുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എന്തുകൊണ്ടാണ് ഇത് ബ്ലോക്ക് ആകുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ചില, നമ്മൾ പറയില്ല, ഫിയർഫുൾ ആയിട്ടുള്ള ചില ത്രെട്ടനിങ് കണ്ടീഷനിലൂടെ അവർ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് നമ്മളോട് ചോദിച്ചു നോക്കുക, വെൻ ഐ തിങ്ക് അബൌട്ട് മൈ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, സമ്പത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ, ഹൗ ഐ ഫീൽ റൈറ്റ് നൗ. എന്തുകൊണ്ടായിരിക്കും ഫൈനാൻഷ്യൽ ക്രൈസിൽ ഇരിക്കുന്ന ഒരാള് പല ടെക്നിക്കുകൾ ശ്രമിച്ചിട്ട് അത് നടക്കാത്തത് എന്ന് ചോദിച്ചാൽ ഇൻസൈഡ് ഹി ഫീൽ ദാറ്റ് ഇൻസെക്യൂരിറ്റി ഓർ ദാറ്റ് അൺസേഫ്നെസ്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അങ്ങനെ ഒരു കണ്ടീഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി വോണ്ട് ടു വർക്ക് ദാറ്റ്. വെൻ യു ആർ റെഡി ടു ഹീൽ, എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി ഇൻ ഓൾ ദ ഏരിയ ഓഫ് യുവർ ലൈഫ്. അതിനെയാണ് നമ്മൾ സർവൈവൽ മോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർവൈവൽ കോഡ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്കൊരു സ്റ്റെബിലിറ്റി കിട്ടുക എന്ന് പറയില്ല, ഒന്ന് സ്റ്റേൺ ആയിട്ട് നിൽക്കാനുള്ള ഒരു പീസ്ഫുൾനെസ്, അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റൂട്ട് ചക്രയിൽ എൻഷുർ ചെയ്ത് ഏൺ ചെയ്തെടുക്കേണ്ടത്. ബിക്കോസ് മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആകണമെങ്കിൽ the first thing, you must feel that safeness in your body and your mind. Okay, the first thing you want to do, ensure your body in a safe condition. Okay, then second one പറയുന്നത്, ഈ ഫസ്റ്റ് ഓക്കെ ആണോ? ഞാൻ കുറച്ച് ഫാസ്റ്റ് ആവുന്നുണ്ടോ? ഇത് മനസ്സിലായോ? നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇഫ് യു നീഡ് മോർ എക്സ്പ്ലനേഷൻ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഓക്കെ അല്ലേ? മൂവ് ചെയ്തോട്ടെ. ഈ പ്രോബ്ലം ഉള്ളവർക്ക് എന്തൊക്കെ ഉണ്ടാവണത് പറഞ്ഞാൽ ഫിയറും പിന്നെ ആൻസൈറ്റി, വറീസ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അതിപ്പോ മണി ഫിയർ ആകാം, സ്പീക്കിംഗ് ഫിയർ ആകാം, എക്സ്പ്രഷൻ പുറത്തേക്ക് പറയാൻ, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പേടിയായിരിക്കാം. എല്ലാ കൈൻഡ് ഓഫ് ഫിയേഴ്സും ഇവിടെ അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വെൻ യു ഫീൽ ദാറ്റ് സേഫ്നെസ് ഇൻസൈഡ്, നമുക്ക് എന്തുണ്ടാവില്ല? ആ ഒരു ഗ്രൗണ്ട്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിയർ നമുക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ്. സോ ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് ആ ഒരു എടുത്തു മാറ്റാൻ പറ്റാത്ത ഫിയർ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്താൽ അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് ചക്ര, അത് എങ്ങനെ നമുക്ക് ബ്ലോക്ക് മാറ്റാൻ പറ്റും? അത് ഫിയർ ഉണ്ടെങ്കിൽ ഫിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ മോർ റിലേറ്റഡ് ടു യുവർ നേച്ചർ. ഞാൻ എന്തുകൊണ്ടാണ് അവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ, ജസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കമ്മിങ് സെഷനിൽ ഐ വിൽ എക്സ്പ്ലെയിൻ, ഓർ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഷെയർ ദാറ്റ്. ഓക്കെ, ആൻഡ് ഇപ്പൊ നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രോഗ്രാംസിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസ് ആണ്. ഇതില് സം ഓഫ് ഇപ്പൊ നോക്കുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ ഓൾറെഡി പേഴ്സണൽ സെഷൻസ് എടുക്കുന്നവർ കുറച്ച് പേരെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പം ആക്ച്വലി നമ്മൾ ഇവിടെ ചെയ്യുന്നതും ഈ പറഞ്ഞ ഹീലിംഗ് തന്നെയാണ്. ഓക്കെ, സോ എന്തെങ്കിലും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വർക്ക്ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ദെൻ മൂവ് ടു സെക്കൻഡ് ചക്ര, സേക്രൽ ചക്ര. കാരണം ഈ ഒരു ഏരിയയും കൂടി എനിക്ക് കവർ ചെയ്ത് തരണം എന്ന ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആവുന്നത്. സേക്രൽ ചക്ര നിങ്ങൾക്ക് തരുന്ന കോഡ് എന്ന് പറയുന്നത്, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട കോഡ് എന്ന് പറയുന്നത് ഇമോഷണൽ കോഡാണ്. സേക്രൽ ചക്ര മീൻസ് ഇമോഷണൽ കോഡ്, ഫ്ലോ ഓഫ് ഓൾ കൈൻഡ് ഓഫ് ഇമോഷൻസ്. അതാണ് സേക്രൽ ചക്ര, സ്വാധിഷ്ഠാന ചക്ര. നിങ്ങളുടെ നാഭി, എസ്പെഷ്യലി യുവർ റീപ്രൊഡക്റ്റീവ് ഓർഗൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്നൊരു ചക്രയാണ് സ്വാധിഷ്ഠാന ചക്ര. ആൻഡ് ഈ ഒരു ചക്ര നിങ്ങൾക്ക് എൻഷുർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങൾ. പ്ലഷേഴ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താൻ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ സന്തോഷിക്കാനായിട്ട്
നമ്മൾ ചില ആൾക്കാരാണ് നല്ലത് ഡിസേർവിങ് അല്ല എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങൾക്കും ഞാൻ അർഹനാണ് എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ്, അതാണ് ആദ്യത്തെ കാര്യം നമുക്ക് ഉണ്ടാകുക ബാലൻസ് ആകുമ്പോൾ. ദ സെക്കൻഡ് വൺ ഈസ് ക്രിയേറ്റിവിറ്റി, സർഗാത്മകത. നിങ്ങളുടെ കഴിവിനെ പറ്റി വ്യക്തത ഉണ്ടാവുക. എന്താണ് നിങ്ങളുടെ സർഗാത്മകത, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങളുടെ എബിലിറ്റി എന്താണ്, ആ കഴിവ് ഏത് മേഖലയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തെപ്പറ്റി തിരിച്ചറിയുക എപ്പോഴാണെന്ന് ചോദിച്ചാൽ വെൻ യു വർക്ക് മോർ ഓൺ സീക്രൽ ചക്രം. ഓക്കെ, അവിടെ നമ്മൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ, അതായത് ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഫോക്കസ് ഓൺ യുവർ ഇൻട്രസ്റ്റഡ് ഏരിയ. എന്താണോ അവിടെ അതിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, പ്രൊക്രാസ്റ്റിനേഷൻ ഒക്കെ മാറ്റി, അല്ലെങ്കിൽ പെർഫെക്ഷണലിസം ഒക്കെ മാറ്റി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് കൊടുക്കുക. ഇതൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ 3 കാര്യങ്ങളിൽ, 1 പ്ലഷേഴ്സ് ഓഫ് ലൈഫ്, 2 ക്രിയേറ്റിവിറ്റി, 3 ഐഡന്റിറ്റി. അപ്പോൾ സേക്രൽ ചക്ര ബാലൻസ് ആയ ഒരാളെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ ആ വ്യക്തി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഹാപ്പി ആയിരിക്കും. ഓക്കെ, പരാതികളില്ലാതെ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനായി അവരെ കൊണ്ട് സാധിക്കും. Then second, they know very well what is the proper identity of their, അവരുടെ ഐഡന്റിറ്റി എന്താണ്, അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റീവ് എനർജി എന്താണ് എന്നുള്ളതിനെ പറ്റി they know very well. ഓക്കെ, അതാണ് സേക്രൽ ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡാമേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ബ്ലോക്ക് ആണെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? ദേ ഫീൽ ഗിൽട്ട്, ഷെയിം. അവര് മെയിൻലി അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സെൽഫ് ക്രിറ്റിസിസം, സ്വന്തമേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്താണ്, ഞാൻ ഒന്നും ചെയ്തില്ല, എന്നെ കൊണ്ടൊന്നും പറ്റിയില്ല, എനിക്ക് അതാകുന്നില്ല, ഇങ്ങനെ ആവുന്നില്ല, ഇതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല. ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള സെൽഫ് ക്രിറ്റിസിസം ചെയ്ത് അവരെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദെൻ അറ്റ് ലാസ്റ്റ് അവർ അതിൽ നിന്നൊരു റിലാക്സേഷൻ കിട്ടാൻ എന്തു ചെയ്യും? പല അഡിക്ഷൻസിലേക്കും മൂവ് ആവും. കാരണം ഒന്നിക്ക് നമുക്ക് സക്സസിലൂടെ ഒരു പ്ലഷർ കണ്ടെത്താൻ പറ്റണം. ഇനി അത് നടന്നിട്ടില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളത് കണ്ടെത്തും എന്നുള്ളതാണ്. ദാറ്റ്സ് ഹ്യൂമൻ നേച്ചർ. അപ്പോൾ അത് പല അഡിക്ഷൻസിലേക്ക് പോവുകയും നമ്മുടെ സേക്രൽ ചക്ര കൂടുതൽ ഡിസ്ലൊക്കേറ്റഡ് ആകാനും കാരണമാകുന്നുള്ളതാണ്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ്, നമുക്ക് നമ്മുടെ വർക്കിംഗ് ഏരിയ അറിയാവോ? എന്താണ് എനിക്ക് ചെയ്യേണ്ടത്, അല്ലെ എന്താണ് എൻ്റെ ക്വാളിറ്റി, എന്താണ് എൻ്റെ ഐഡന്റിറ്റി എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, ദെൻ തേർഡ് വൺ, സോളാർ ഫ്ലെക്സ് ചക്ര. നിങ്ങൾക്ക് തരുന്ന കോഡ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി കോഡാണ്. ഇറ്റ്സ് മോസ്റ്റ് റിലേറ്റഡ് ടു യുവർ ഗട്ട്. അവിടെ പറയുന്ന ഒരു കാര്യം, ഫീഡ് ഹെൽത്തി. ഫീഡ് ഹെൽത്തി എന്ന് പറയുമ്പോൾ നോട്ട് ഓൺലി ഫുഡിന്റെ കാര്യത്തിലും ഹെൽത്തി ആയിട്ട് ഫീഡ് ചെയ്യണം. അലോങ് വിത്ത് ദാറ്റ് ഇമോഷൻ, നിങ്ങൾ ഏത് തരത്തിലുള്ള ഇമോഷൻസ് ആണ് നിങ്ങളെ ഫീഡ് ചെയ്യുന്നത് എന്നതും കൂടി നിങ്ങളുടെ ഗട്ട് ഹെൽത്തിനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോ സോളാർ ഫ്ലെക്സ് ചക്ര ആക്റ്റീവ് ആയ ഒരാളിൽ എന്താണ് കാണാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചാൽ കോൺഫിഡൻസ്, വിൽ പവർ, ഫ്രീ എക്സ്പ്രഷൻ. ഓക്കെ, ദേ നോ വെരി വെൽ അവരുടെ കപ്പാസിറ്റി എന്താണ് എന്നുള്ളതിനെ പറ്റി ദേ നോ വെരി വെൽ. ദെൻ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക? അൺവേർത്തി ആയിട്ട് ഫീൽ ചെയ്യുക. ഒന്നുകിൽ അവർ വളരെ ഒരാളുടെ അണ്ടറിൽ കൺട്രോൾഡ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ ഒരാളെ കൺട്രോൾ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുക. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ക്യാരക്ടറിൽ മെയിനായിട്ട് വരിക. അതായത് മെയിനായിട്ട് അവിടെ പറയുന്നത് ഒന്നിക്ക് ഡോമിനൻസ് ആണ്. ബ്ലോക്ക് റീസൺ പറയുന്നത് ഒന്നിക്ക് ഡോമിനൻസ്, അതല്ലെങ്കിൽ സപ്രഷൻ. ഒന്നുകൂടി പറഞ്ഞു തരാം, നമ്മുടെ ഗട്ടിനെ എങ്ങനെ ഫീഡ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വിൽ പവർ ഇരിക്കുന്നത്, നമ്മുടെ ഐഡന്റിറ്റി ഇരിക്കുന്നത് എന്നാ പറയുന്നത്. നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് നോക്കിയാൽ മനസ്സിലാകും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ഫീഡ് ചെയ്യുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കണ്ടെങ്കിൽ എവിടെ നോക്കിയാൽ മതി? നിങ്ങളുടെ ഗട്ട് ഹെൽത്തിൽ നോക്കിയാൽ മതി എന്നാ പറയുന്നത്.
ഓക്കെ, അപ്പോൾ വെൻ അതൊരു ഇംബാലൻസിലാണെന്നുണ്ടെങ്കിൽ വർക്ക് മോർ ഓൺ യുവർ സോളാർ ഫ്ലെക്സ്. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആക്കുക, എനർജൈസ് ആയിട്ടുള്ള ഒരുപാട് ബ്രെത്ത് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഐഡന്റിഫൈ ചെയ്യുക. ഇന്നിപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്, നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ വെൻ യു ഫൈൻഡ് ഔട്ട് ദ പ്രോബ്ലം, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങളത് കണ്ടുപിടിച്ചാൽ രക്ഷപ്പെട്ടു, തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെട്ടു. ബാക്കി നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് വരുന്നത് ഹാർട്ട് ചക്രയാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആകുന്ന ആദ്യത്തെ ലെവലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഹാർട്ട് ചക്ര ബാലൻസ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ കോഡ് എന്താണെന്ന് ചോദിച്ചാൽ അലൈൻമെന്റ് കോഡ്. ഹാർട്ട് ചക്ര അലൈൻമെന്റ് കോഡ്. ബാലൻസ് ആയാൽ ലവ്, കമ്പാഷൻ. ദെൻ ബ്ലോക്ക് ആയാൽ ഡിസ്കണക്ഷൻ, ഗ്രീഫ്, ഹെയ്റ്റ്, ജലസി, ഇത്തരത്തിലുള്ള ഇമോഷൻസ് ആയിരിക്കും നമ്മളിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുക. ബാലൻസ് ആണെങ്കിൽ ലവ്, കമ്പാഷൻ, അൺകണ്ടീഷണൽ ലവ് ആയിരിക്കും. ദെൻ എന്തുകൊണ്ട് അത് ബ്ലോക്ക് ആകുന്നു എന്ന് ചോദിച്ചാൽ ഹെവി ഇമോഷണൽ ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. നമുക്ക് പാസ്റ്റിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ ഇന്നർ വൂണ്ട് നമ്മൾ ഇങ്ങനെ ക്യാരി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രാക്ടീസ് ലെറ്റ് ഇറ്റ് ഗോ മെഡിറ്റേഷൻ, ഫൊർഗീവ്നെസ് മെഡിറ്റേഷൻ, ഹോപ്പിനൊപ്പിനോ, ഒരുപാട് പ്രാക്ടീസസ് അവിടെ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുകയാണെങ്കിൽ വാട്ട് യു ഗെറ്റ്, യു ആർ എൻറ്റർ ദ ലെവൽ ഓഫ് ആക്സെപ്റ്റൻസ്. എല്ലാത്തിനെയും അതായിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് നിങ്ങൾ എത്തും. ദാറ്റ് ഈസ് ദ കീ ഓർ ദ എൻട്രി പോയിന്റ് ഓഫ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ലെവലിലേക്ക് എപ്പോൾ നമ്മൾ എത്തുന്നോ അവിടെയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ആകാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ മൂവ് ടു ത്രോട്ട് ചക്ര. ഇറ്റ്സ് മെയിൻലി അസോസിയേറ്റഡ് ടു എക്സ്പ്രഷൻ കോഡ്. എന്താണ് ത്രോട്ട് ചക്ര? എക്സ്പ്രഷൻ കോഡ്. ബാലൻസ് ആണെങ്കിൽ ട്രൂത്ത് ആൻഡ് ഓപ്പണൻസി, ബ്ലോക്ക് ആണെങ്കിൽ ലൈസ്, സപ്രഷൻ. അത് ബ്ലോക്ക് ആവാനുള്ള റീസൺ ഹുക്ക് ഓഫ് ഫിയർ. അതായത് നമ്മൾ പറയില്ലേ, നമ്മുടെ പാസ്റ്റിൽ നമ്മുടെ എക്സ്പ്രഷൻസ് നമ്മൾ പുറത്തേക്ക് പറയുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ ഒരു ഭയമായിരിക്കും അല്ലെ, ആ ഒരു ഹുക്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു ചക്ര ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഓപ്പൺ ഓർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മൾ പറയല്ലോ ഫ്ലൂവൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു എബിലിറ്റി. ഓക്കെ, അപ്പോൾ ബാലൻസ് ആണെങ്കിൽ ആ ഒരു ഓപ്പണസിയാണ്. ബ്ലോക്ക്ഡ് ആയി കഴിഞ്ഞാൽ ഫിയർ ഓഫ് സ്പീക്കിംഗ്, സപ്രഷൻ, ലൈസ്, ഇതൊക്കെയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ വരുന്നത്. ദെൻ ദ ലാസ്റ്റ് ടു, ഇറ്റ്സ് മെയിൻലി റിലേറ്റഡ് ടു യുവർ ഹയർ ലെവൽ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. ഇപ്പൊ തേർഡ് ഐ ആണ് അടുത്തത് വരുന്നത്. ഇറ്റ്സ് മെയിൻലി റിലേറ്റഡ് ടു യുവർ ഇൻറ്റ്യൂഷൻ, യുവർ പെർസെപ്ഷൻ കോഡ്. തേർഡ് ഐ ഈസ് മെയിൻലി ഫോർ പെർസെപ്ഷൻ കോഡ്. ബാലൻസ് ആണെങ്കിൽ ഇൻറ്റ്യൂഷൻ, ക്ലാരിറ്റി. ബ്ലോക്ക്ഡ് ആണെങ്കിൽ കൺഫ്യൂഷൻ, ഓവർ തിങ്കിങ്. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഓവർ ഏർത്ത്ലി അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു ഇല്യൂഷൻസിലാണ് എന്ന് പറയില്ലേ, ഈ ഒരു മായയിൽ പെട്ടതുപോലെ ഇവിടെയുള്ള കുറെ കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആയി പോവുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് തേർഡ് ആയി ഇനാക്റ്റീവ് ആക്കുന്നതിന്റെ കാരണം. സോ നിങ്ങളുടെ ലൈഫിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉണ്ടാവണം? ക്ലാരിറ്റി അല്ലേ? ഫോർ ദാറ്റ് വർക്ക് മോർ ഓൺ യുവർ തേർഡ് ഐ. ഓക്കെ, ദെൻ അങ്ങനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വി ഗെറ്റ്? ക്ലാരിറ്റി ഇൻ വിസ്ഡം. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ, crown chakra, top of your head. It's actually consciousness code എന്ന് പറയും.
അത് ബാലൻസ് ആയ ഒരാളെ സംബന്ധിച്ച് അബ്സല്യൂട്ട് ഡയല്യൂഷൻ, നമ്മുടെ ഹയർ സെൽഫുമായിട്ടുള്ള ഒരു അബ്സല്യൂട്ട് ഡയല്യൂഷനെയാണ് നമ്മളവിടെ പറയുന്നത്. അപ്പൊ ബ്ലോക്ക് ആയി കഴിഞ്ഞാലോ നമുക്ക് ഞാൻ ആദ്യം നേരത്തെ എൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ലൈഫിന് ഒരു മീനിങ്ങും ഇല്ലാത്ത പോലെ തോന്നും, വെറും വേർത്ത്ലെസ് ആയിട്ട് തോന്നും. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഇതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം മെഷർ ചെയ്യുന്നത് ഈ ഏർത്ത്ലി അറ്റാച്ച്മെന്റ് വെച്ചിട്ടായിരിക്കും. ദാറ്റ് ഇസ് ദ റീസൺ. സോ നമ്മളത് ഹീൽ ചെയ്യുമ്പോൾ വി ക്യാൻ മേർജ് അവർ സെൽഫ് ടു അവർ ഹയർ കോൺഷ്യസ്. ഓക്കെ, സോ ഈ 7 ചക്ര എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ ചക്രയുടെ എന്താണ് ബാലൻസ് ആയാൽ എന്താണ്, ബ്ലോക്ക്ഡ് ആയാൽ എന്താണ്, അതിന്റെ റീസൺ എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. ഞാൻ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് കൊടുക്കാം അതിൻ്റെ ഒരു ലിസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് ഈ ഒരു ന്യൂ ഇയർ ദിവസത്തിൽ ഇനീഷ്യേറ്റീവ് എടുക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിരിക്കും. അതിന് പകരം എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് റീസൺ. എന്തുകൊണ്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നു. നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്താണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. അതിന് പിന്നിലെ റീസൺ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അതിൻ്റെ ഓരോ ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുത്ത് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വർക്കൗട്ട് ചെയ്ത് ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നവും നമ്മുടെ ലൈഫിൽ ഇല്ല എന്നുള്ളതാണ്. സോ ഈ ഒരു ന്യൂ ഇയർ ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അത് തന്നെയാണ്. അതായത് സ്റ്റാർട്ട് ടു സ്കാൻ യുവർ സെൽഫ്. എവിടെയാണ് ബ്ലോക്ക് തിരിച്ചറിയാം. അത് തിരിച്ചറിഞ്ഞ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലെ, പ്രോബ്ലം മനസ്സിലായി കഴിഞ്ഞാൽ സൊല്യൂഷൻ ഈസിയാണ്. ആ ക്വസ്റ്റ്യൻ എന്താ നമ്മൾ പറയില്ല, ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് വായിക്കാൻ നമുക്ക് പറ്റിയ ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ആൻസർ എഴുതി തുടങ്ങാം. അതേസമയം ആ ക്വസ്റ്റ്യൻ നമുക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലോ വി കാൻ റൈറ്റ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനത് ഒന്ന് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഇനീഷ്യേറ്റീവ് എടുക്കുക. ഓരോ മന്തിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ചക്രക്കെങ്കിലും വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യും. ഞാൻ ഓരോന്നും അലൈൻ ചെയ്തെടുക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്ത് ഹീൽ ചെയ്തെടുക്കും എന്നുള്ളത് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാം. ഓക്കെ, എന്താണ്, ആദ്യം നിങ്ങളെ സേഫ് ആക്കണം. ദെൻ ഐഡന്റിഫൈ യുവർ ക്രിയേറ്റീവ് ഏരിയ, ക്രിയേറ്റ് എ ഐഡന്റിറ്റി and make yourself more confident and with that willpower. Then open your heart and enter to the world of acceptance. Then start to express your feelings. Open up your throat and move with proper clarity. Then you can meet your higher potential version in this year. ഓൾസോ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്കത് കണ്ടെത്താനായിട്ട് പറ്റും. ഇഫ് യു ആർ റെഡി, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, സോ കോഡ് ശ്രദ്ധിക്കുക. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹീൽ, അലൈൻ, അട്രാക്ട്. വെൻ യു ഹീൽ പ്രോപ്പർലി, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് അലൈൻ. നിങ്ങൾ ഹീൽ ആയി കഴിഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അവെയർ ആയി കഴിഞ്ഞാൽ, the entire surroundings, circumstances, and the entire universe started to align with your frequency. അവിടെ നിങ്ങൾ ഒന്നും ചെയ്യാനില്ല. It's automatically aligned to your frequency. The only thing you want, find out the block, heal it properly. Okay, then align. Then you can attract what you want. Ready അല്ലേ? അപ്പോൾ ഈ ഒരു ഇയർ എൻഡിങ്ങിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളെ തീർച്ചയായിട്ടും കണ്ടുപിടിച്ചിരിക്കും. ഒരു ഹയർ പൊട്ടൻഷ്യൽ വേർഷനിലേക്ക് നിങ്ങൾ എല്ലാവരും മാറിയിരിക്കും. ഒപ്പം തന്നെ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുക. അപ്പൊ ഹീലിംഗുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി കം ടു മീ. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പോൾ
എന്തെങ്കിലും ഈ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് മാം. ക്ലാസ് ഭയങ്കരമായിട്ട് നല്ല ഒഴുക്കിൽ പോയി. നല്ല രസമുണ്ട്. താങ്ക് യു. എന്തെങ്കിലും ഈ സൂപ്പർ പറഞ്ഞ കാര്യങ്ങൾ മാം സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് യുവർ സ്റ്റൈൽ, സ്പീക്കിംഗ് സ്റ്റൈൽ ഈസ് സംതിങ് ഡിഫറെന്റ്. ഭയങ്കര കൺവേയിങ് ആണ്, സൂതിങ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇങ്ങനെ ആ മാം പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ഒഴുകുകയായിരുന്നു. പിന്നെ ദ തീം ഓൾസോ ഭയങ്കര നമ്മൾ കോൺഷ്യസ് ആയിരിക്കുന്ന ഒരു തീമായിരുന്നു. അതായത് നമ്മൾ തന്നെ നമ്മളെ ഹോൾ ബോഡിനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ഓരോ ബോഡി പാർട്ടിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമായിരുന്നു. ഭയങ്കര ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തേ ചെയ്തിട്ടില്ല. സോ ഓസം. ദർ ഇസ് നോ വേർഡ് ഹൗ ക്യാൻ ഐ എക്സ്പ്രസ് മൈ ഫീലിംഗ്. ഒരു ക്ലാസ്സും കൂടി താങ്ക് യു. ഇങ്ങനത്തെ വെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. യാ, ഇതുവരെ ഞങ്ങൾക്ക് വിംബിൾ തന്നിട്ടുള്ള ക്ലാസ്സിൽ വെച്ച് ദ ബെസ്റ്റ് ക്ലാസ്. അമേസിങ്. താങ്ക് യു. അടിപൊളി. താങ്ക് യു. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ഏതെങ്കിലും ഏരിയയില്? മാം ഈ ഇൻഡ്യൂഷൻസിനെ പറ്റിയൊക്കെ പറയണ ചക്ര ഏതാണെന്ന് പറഞ്ഞു? തേർഡായി. തേർഡായി. ഓക്കെ. അത് എല്ലാരിലും ഒന്നും ഇത് ആക്റ്റീവ് ആവൂല? എല്ലാവരിലും ആക്റ്റീവ് ആവില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബേസ് ചക്ര എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, റൂട്ട്, സോളാർ, ഇത് മൂന്നിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇറ്റ്സ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു യുവർ പേഴ്സണൽ ഗ്രോത്ത് അല്ലെ. ഒരാള് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയാ? നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിലാണ് അല്ലെ. അപ്പൊ ആദ്യം ചക്ര പ്രോപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ആകണമെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡി കാര്യങ്ങളൊക്കെ തന്നെ പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്തിരിക്കണം. അതിനുശേഷം നെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് എവിടെയാ? നിങ്ങളുടെ കഴിവുകളിലാ ഐഡന്റിഫൈ ചെയ്യുന്നത്, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിലേക്ക്. ദെൻ അതിനുശേഷം സോളാർ ഫ്ലെക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസും വിൽ പവറുമാണ്. അപ്പൊ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ട് ആദ്യം കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ 3 ചക്രയുടെ ഉദ്ദേശം. ഇവിടെ എൻ്റെ ക്ലാസ്സിലുള്ളവർക്ക് അറിയാം, അവരുടെ പ്രോപ്പർ ഏരിയ കണ്ടുപിടിച്ചിരിക്കുന്നത് സേക്രൽ ചക്ര വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ആരെങ്കിലും എൻ്റെ ക്ലാസ്സിലുള്ള ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്യാമോ? എനിവൺ? ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും തിരക്കിലാണെന്ന് തോന്നുന്നു. തിരക്കല്ല, ഷഹന ആ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഹിൽദി ഹീലറിൽ ഉണ്ടായിരുന്നില്ലേ? ആ ആ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നല്ല മാം എന്ത് വ്യത്യാസമുണ്ട്. ക്ലാസ് ആണ് കൊടുക്കുന്നത്? മാമിന്റെ പേഴ്സണൽ രണ്ട് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. വിമ്പിളിന്റെ ഹിൽദി ഹീലറും പിന്നെ ബ്രെത്ത് വർക്കിന്റെയും. നല്ല ക്ലാസ് ആയിരുന്നു. ഇപ്പൊ ബാച്ചസ് ആയിട്ട് കണ്ടക്ട് ചെയ്ത 2 ക്ലാസ് എന്ന് പറയുന്നത്, ഒന്ന് ഹീൽഡ് ഹീലർ ആയിരുന്നു. ഇപ്പോ ഷഹന മാം പങ്കെടുത്തു എന്ന് പറഞ്ഞത്. അവിടെ നമ്മൾ ചക്രാസ്, ഇത് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷനിലായിരുന്നു ആ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ അവർക്ക് അവരുടെ ബ്ലോക്ക് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റി. അതിൽ പല ആൾക്കാരും പിന്നീട് പേഴ്സണലി കണക്റ്റഡ് ആയിട്ടുണ്ട്. അവര് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് അവരുടെ ലൈഫിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് വരുന്ന ഡിപ്ലോമ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ കൂടി സെൽഫ് ഹീലിംഗ് ചെയ്തിട്ട് ആ വ്യക്തിയെ ഒരു ട്രെയിനറാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫിൽ ഇറ്റ് ഫസ്റ്റ് ആൻഡ് ഫോർ ഇറ്റ് എന്ന് പറയാറുണ്ട്. ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ഫിൽ ചെയ്ത് ഹീൽ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ആ ഹീലിംഗ് ആൻഡ് ആ ഒരു ലൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അനസ് സാർ, യെസ്, അനസ് സാറിന് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മുടെ ആ ഒരു സേക്രൽ ചക്ര വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ നിങ്ങൾക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുക, എവിടെയാണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ട ഏരിയ, ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ്. ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ചക്ര വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പതുക്കെ ഹാർട്ട് ചക്രയുടെ ഒരു എക്സ്പാൻഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഒരു ക്യാരക്ടർ മാറും അല്ലെ. ഹാർട്ട് ചക്ര ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെർസെപ്ഷനേ മാറും. നമ്മൾ ഈ കാര്യങ്ങളെ കാണുന്ന ആ ഒരു ഡയറക്ഷനേ മാറും. then only you can activate your third eye, the proper direction. Okay,
ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും doubt? ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? എന്നാ ഡൗട്ട് ഇല്ലെങ്കിൽ അർച്ചന മാം നമുക്ക് ക്ലോസ് ചെയ്തൂടെ? യെസ് മാം. വേറെ ആർക്കും ഇനി ഇതിൽ ആഡ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ ഡൗട്ട് ചോദിക്കാനോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. സോ ഇത്രയും നേരം ഇത്രയും മനോഹരമായ ഒരു സെഷൻ എടുത്തതിന് സ്റ്റെഫി മാമിനും അതിന് ഇൻട്രോ നൽകിയ ഇന്ദിര മാമിനും രണ്ടുപേർക്കും നന്ദി പറയുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് പേർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കാനും ലൈഫിൽ ഒരു മാറ്റം വരുത്താനും ഒരു തുടക്കമാവട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ജാൻ 1 എല്ലാ വർഷവും എടുത്ത് ചുമ്മാ മാറ്റി ഒഴിവായി പോകുന്ന നമ്മുടെ റെസൊല്യൂഷൻസ് അല്ലാതെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ തീർച്ചയായിട്ടും സ്റ്റെഫി മാമിന്റെ സെഷൻ ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. അപ്പൊ ഇതിൽ ആൽക്കമിസ്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ. അതിൽ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്ക് ഫാക്കൽറ്റീസിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു. നിങ്ങൾ നിലവിൽ ഏതെങ്കിലും ഒരു വിൻബിൾ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലോ അതല്ല നിങ്ങൾക്ക് വിൻബിളിന് നമ്പർ ഉണ്ടാവും, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ആ ലിങ്ക് അയച്ചു തരാം കേട്ടോ. ആൽക്കമിസ്റ്റിന്റെ അതിലാണ് മാം മാറ്റങ്ങൾക്ക് വേണ്ടി മെഡിറ്റേഷനെ കുറിച്ചും നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും ഒക്കെ ഗൈഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഈച്ച് ആൻഡ് എവ്രി വൺ ഹു ആർ പ്രസന്റ് ഹിയർ ഇൻ ദിസ് സെഷൻ. ഇനി മറ്റൊരു ട്രെയിനേഴ്സ് ടോക്കിൽ നമ്മൾ അടുത്ത ദിവസം സാറ്റർഡേ മീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ടു ഈച്ച് ആൻഡ് എവ്രി വൺ. ഗുഡ് നൈറ്റ്. Thank you, ma'am. Good night. Thank you, ma'am. Happy New Year. Thank you.